AAC 8A. AAC 8A നമ്മുടെ ഇമേജിംഗ് സർവീസസിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ആ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ഇമേജിംഗ് സർവീസസ് കംപ്ലൈ വിത്ത് ലീഗൽ ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് എന്നാണ് ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൻ്റെ ടൈറ്റിൽ. ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യണം എന്നതിന് എന്തൊക്കെയാണ് നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? AAC 8A ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വേണം. ഒരു ഇമേജിംഗ് സർവീസ് തുടങ്ങുമ്പോൾ ആ ഇമേജിംഗ് സർവീസസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് എന്തെല്ലാം ലീഗലായിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യണം എന്നത് നമുക്ക് അവയർനെസ് വേണം. നമ്മുടെ ഓർഗനൈസേഷൻ അവയർനെസ് വേണം. അത് ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. ആ അവയർനെസ് ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡോക്യുമെൻ്റഡ് ആയിട്ട് ഒരു ഗൈഡായിട്ട് തന്നെ ഈ അവയർനെസ് ഉണ്ടെങ്കിലാണ് അവർക്ക് ഏതൊക്കെ കാര്യങ്ങളെ കൃത്യമായി നോക്കണമെന്ന് കാലാകാലങ്ങളിൽ ബോധം റിവൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ബോധം എപ്പോഴും നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളതാണ്. ഒരിക്കലൊരു കാര്യം കേട്ട് ജീവിതകാലം മുഴുവൻ അത് ഓർത്തിരിക്കാൻ നമുക്കാർക്കും പറ്റില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ആ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ആ ബോധം ക്രിയേറ്റ് ചെയ്യുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്താൽ പോരാ, ആ ലീഗൽ സർട്ടിഫിക്കേഷൻസ്. ഇപ്പോൾ നമ്മൾ റേഡിയോളജി ഇമേജിംഗ് സർവീസസ് സ്റ്റാർട്ട് ചെയ്താൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് ഏതൊരു റേഡിയോ ഇമേജിംഗ് സർവീസും ഒരെണ്ണമാകാം, രണ്ടെണ്ണമാകാം, പലതാകാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അത് ആവശ്യമാണ്. അത് കണക്ക് തന്നെ PCPNDT എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ ഓൺ പ്രഗ്നൻസി, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ആക്ടിൻ്റെ അവയർനെസ് ഉണ്ടാവണം. നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം പേഷ്യൻറ്റിന് കാണാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് ലെഡ് ഷീൽഡ്, അപ്രോൺസ്, ഡിസ്പ്ലേസ്, സൈനേജസ്, ഇത് ഇങ്ങനെ ഒരു സ്ഥലമാണ് എന്ന് ആൾക്കാരെ അവയർനെസ് കൊടുക്കുന്നതിനുള്ള സൈനേജസ് ഉണ്ടാവണം. ആ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി ഡിസ്പ്ലേകൾ ഉപയോഗിച്ചിരിക്കണം. ആ ഡിസ്പ്ലേകളിൽ എന്താണോ പറയേണ്ടത്, ആ ലീഗൽ സബ്ജക്റ്റുകളുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേകളിൽ ഗ്രേപ്സിൻ്റെ അറിയാമല്ലോ, ഡിസ്പ്ലേ സൈനേജുകളുണ്ട്. ആ സൈനേജുകളിൽ നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ ഈസി ആയിട്ട് വരുത്താൻ പറ്റും. മൈഗ്രേപ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ കൂടെ സൈനേജിൻ്റെ കണ്ടൻസ് വേണ്ടുന്ന രീതിയിൽ മാറ്റാൻ പറ്റും. അതേ കണക്ക് തന്നെ നമുക്ക് ഒരു റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ ഉണ്ടാവണം. ഇപ്പം നമ്മുടെ ഇമേജിംഗ് സർവീസസ് റേഡിയേഷൻ റിലേറ്റഡ് ആണ് എങ്കിൽ ആ റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ ഉണ്ടാവണം. അത് നമ്മൾ ഇവിടെ ഏത് ലെവൽ ഓഫ്, ചിലപ്പോൾ ഒരു എക്സ്റേ മാത്രമായിരിക്കും കാണുക, ചിലപ്പോൾ എക്സ്റേ കാണും, CT കാണും, ചിലപ്പോൾ PET CT കാണും. നമ്മുടെ ഗ്രോത്ത് അനുസരിച്ച് ആ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ അനുസരിച്ച് നമുക്ക് എന്താ ഉണ്ടാവണം, ഒരു റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറെ ഡിപ്ലോയ് ചെയ്യണം. AAC 8A ഇമേജിംഗ് സർവീസസ് കംപ്ലൈ വിത്ത് ലീഗൽ ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇവിടെ ഒരു അവയർനെസ്, അത് ഡോക്യുമെൻ്റഡ് ആയിട്ടുണ്ടാവണം, അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവണം. നമ്മൾക്ക് ഒരു സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അതിനൊരു ഓഫീസർ ഉണ്ടാവണം, അത് വെരിഫൈ ചെയ്യാനായിട്ട് ഈ കറക്റ്റായിട്ടുള്ള ലീഗൽ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം.